السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله أما بعد. സഹോദരങ്ങളെ, മുആവിയ ഗോത്രബോധമാണ് മുആവിയക്കുണ്ടായിരുന്നത്. ഇന്ദ്രിയബോധമാണ് മുആവിയക്കുണ്ടായിരുന്നത്. ഇസ്ലാമിക ബോധമല്ല ആയിരുന്നില്ല. യാതൊരു ധാർമ്മികതയും ഉണ്ടായിരുന്നില്ല. ഇന്ദ്രിയ സുഖം അനുഭവിച്ചുകൊണ്ടാണ് മുആവിയ ജീവിച്ചിട്ടുള്ളത് എന്നൊക്കെയാണ്. യാതൊരു ഇന്ദ്രിയ താല്പര്യമില്ലാത്ത, ഭൗതിക താല്പര്യങ്ങളില്ലാത്ത, ഈമാനിൻ്റെ നിറകുടമായിട്ടുള്ള മഹാനായിട്ടുള്ള CH മുസ്തഫ മൗലവിയുടെ മുആവിയയെ സംബന്ധിച്ചുള്ള ഈർവാണ്. ആരോ എഴുതി വച്ച വിദ്വേഷത്തിൽ ഊട്ടപ്പെട്ട ഒരു ചരിത്രം. സത്യസന്ധത എന്നത് യഥാർത്ഥത്തിൽ മുആവിയയെ സംബന്ധിച്ച് എഴുതിയിട്ടുള്ള, മുആവിയ എന്ന് മാത്രമല്ല, സഹാബിമാരിൽ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ പക്ഷത്ത് അല്ലാതിരുന്നവരോ, അലി റളിയല്ലാഹു അൻഹു തന്നെയും പിന്തുണക്കുകയും മറ്റുമൊക്കെ ചെയ്തിട്ടുള്ള ഖലീഫമാർ തുടങ്ങി ഇവരെ ഒന്നും സംബന്ധിച്ച് മാന്യമായ രീതിയിൽ ചരിത്രം രേഖപ്പെടുത്താൻ ഏതായാലും ഷിയാക്കൾക്ക് കഴിഞ്ഞിട്ടില്ല. വിദ്വേഷത്തിലധിഷ്ഠിതമായ അവരുടെ ഷീഈ കാഴ്ചപ്പാടുകളുടെ അടിസ്ഥാനത്തിലാണ് അവർ ഈ ചരിത്രം രേഖപ്പെടുത്തി വച്ചിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ അവർ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ചരിത്രരേഖകൾ അത് ഹദീസുകൾ പോലെ തന്നെ, അല്ലെങ്കിൽ ഇസ്ലാമിക നിയമങ്ങൾ ആവിഷ്കരിക്കുന്നിടത്ത് അവർ സ്വീകരിക്കുന്ന നിലപാട് പോലെ തന്നെയാണ്. അത് അഹ്ലു ബൈത്തിലൂടെ ഉദ്ധരിച്ചു വരുന്നത് ഞങ്ങൾ സ്വീകരിക്കും. അതിൽ തന്നെ ഇമാമുകൾക്കാണ് ഖുർആൻ വ്യാഖ്യാനിക്കാൻ അവകാശമുള്ളത് തുടങ്ങി ഇസ്ലാം ഒരു കാലത്തും അംഗീകരിച്ചിട്ടില്ലാത്ത, അല്ലെങ്കിൽ തീരെഴുതി കൊടുത്തിട്ടില്ലാത്ത ഇത്തരത്തിലുള്ള വാദമുഖങ്ങൾ ഉന്നയിക്കുന്ന ഷിഈകൾ അവരെഴുതി വച്ചിട്ടുള്ള മുആവിയയെ സംബന്ധിച്ച് പ്രചരിപ്പിച്ചിട്ടുള്ള ചരിത്രം എന്ന പേരിൽ അറിയപ്പെടുന്ന കെട്ടുകഥകൾ അത് ഉദ്ധരിച്ചുകൊണ്ടും പിന്നെ കുറച്ച് തൻ്റെ ഭാഗത്ത് നിന്ന് കൂട്ടിച്ചേർത്തുമൊക്കെയാണ് CH മുസ്തഫ മുആവിയ റളിയല്ലാഹു അൻഹുവിനെയും മറ്റുമൊക്കെ അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നത്. മുആവിയ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൻ്റെ സഹോദരൻ യസീദ് ബിൻ അബി സുഫിയാൻ, ഇവരൊക്കെ ഫത്ഹ് മക്കയുടെ ഘട്ടത്തിലാണ് ഇസ്ലാം സ്വീകരിച്ചിട്ടുള്ളത് എന്നത് ശരിയാണ്. മുആവിയ തന്നെ പറഞ്ഞതനുസരിച്ച് താൻ അതിൻ്റെ മുമ്പ് ഇസ്ലാം സ്വീകരിച്ചിരുന്നു. പക്ഷേ പിതാവിനെ ഭയന്നിട്ട് അത് വെളിപ്പെടുത്താതിരുന്നതാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അത് നമ്മളെ മാറ്റി വെക്കുക. അദ്ദേഹം ഫത്ഹ് മക്കയുടെ ഘട്ടത്തിലാണ് ഇസ്ലാം സ്വീകരിച്ചിട്ടുള്ളത് എന്ന് തന്നെ വെക്കുക. ഇത്തരം ആളുകൾക്ക് ഇസ്ലാമിന് വല്ല സ്ഥാനവുമുണ്ടോ? അത് നമ്മളെ മുസ്തഫ മൗലവി അംഗീകരിച്ചൊന്നും തോന്നുന്നില്ല. മൂപ്പര് സഹാബിമാരെ തരംതിരിച്ചത് 3 രീതിയിലാണ്. 1 മുഹാജിറുകൾ, 2 അൻസാർ, 3 തുലക്കാ. തുലക്കാ എന്ന് പറഞ്ഞത് സഹാബിമാരിലൊരു വിഭാഗമാണോ എന്ന് ചോദിച്ചാൽ അതെ എന്നായിരിക്കും മുസ്തഫയുടെ മറുപടി. യഥാർത്ഥത്തിൽ തുലക്കാ എന്ന് പറഞ്ഞാൽ എന്താണ്? നടപടിയൊന്നുമില്ലാതെ സ്വതന്ത്രമായി വിട്ടിട്ടുള്ള ആളുകൾ എന്നതാണ് ആ പദത്തിൻ്റെ അർത്ഥം. അതിനാണ് മൂപ്പര് തുലക്കാ എന്ന് പറഞ്ഞിട്ട് ഒരു വിഭാഗത്തെ സൃഷ്ടിക്കുന്നത്. അപ്പോൾ ഈ തുലക്കായിൽപ്പെട്ട ആളുകളാണ് അബൂ സുഫിയാൻ, അതുപോലെ മുആവിയ, യസീദ് ബിൻ അബി സുഫിയാൻ തുടങ്ങിയുള്ളവരൊക്കെ. എന്നിട്ട് പിന്നെ അത് വച്ചിട്ട് മുആവിയയെ തെറി പറയാന്നുള്ളതാണ് മുസ്തഫ സ്വീകരിച്ചിട്ടുള്ളത്. മുസ്തഫയുടെ ഈമാനിൻ്റെ കടികട്ടിയും അതിൻ്റെ ആഴവും പരപ്പും അതിൻ്റെ
അത് എത്രത്തോളം അടിത്തറുള്ളതാണ് എന്നതൊക്കെ മുസ്തഫനെ കേൾക്കുന്ന, മുസ്തഫയെ മനസ്സിലാക്കുന്ന ആളുകൾക്കറിയാൻ കഴിയും. നമ്മളൊരാളുടെ ഈമാൻ അളക്കാനൊന്നും നമ്മൾ സന്നദ്ധമല്ല. അത് മുസ്തഫ ചെയ്യട്ടെ. മുസ്തഫ അംഗീകരിച്ചെങ്കിലേ ഒരാൾക്ക് അള്ളാഹുവിൻ്റെ അടുത്ത് ആളുടെ ഈമാൻ സ്വീകാര്യമാവുള്ളൂ എന്നതായിരിക്കുമോ മുസ്തഫയുടെ മനസ്സിലിരിപ്പ് നമുക്കറിയാം. പിന്നെ മുആവിയ റളിയല്ലാഹു അൻഹു ഇസ്ലാമിന് ചെയ്തിട്ടുള്ള സേവനങ്ങൾ അതൊന്നും മുമ്പേ തൽക്കാലം അംഗീകരിക്കാൻ പോകില്ല. ഇനി അദ്ദേഹത്തിൻ്റെ സഹോദരൻ യസീദ് ബിൻ അബി സുഫിയാൻ, അദ്ദേഹത്തെ സംബന്ധിച്ച് മുസ്തഫ പറഞ്ഞിട്ടുള്ളതെന്നാ, ആ ചങ്ങാതി മരിച്ചു. ഈ ചങ്ങാതി എന്ന് പറഞ്ഞത് ആരെ പറ്റിയാണ്? യസീദ് ബിൻ അബി സുഫിയാനെ പറ്റി. മുസ്തഫയുടെ അത്രയൊന്നും യസീദ് ബിൻ അബി സുഫിയാനെ പറ്റി മുആവിയയെ സംബന്ധിച്ചൊന്നും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനും ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനും ഒന്നും അറിയുമായിരുന്നില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. കാരണം അവരൊക്കെ വിവരം കുറഞ്ഞ ആളുകളായിരുന്നു, അനുഭവ സമ്പത്ത് കുറവായിരുന്നു, ആളുകളെ പരിചയം കുറവായിരുന്നു എന്നാണല്ലോ മനസ്സിലാക്കേണ്ടത്. എന്നാൽ ഇതെല്ലാം തികഞ്ഞ നിറവടിയോടുകൂടി തികവാർന്നിട്ടുള്ള ആളാണ് മുസ്തഫ മൗലവി. അദ്ദേഹം പറഞ്ഞതിന് പിന്നെ എതിർവാക്കുണ്ടാകാൻ പാടില്ല, തിരുവാക്കിന് എതിർവാക്കില്ലല്ലോ. അപ്പോൾ ആ നിലക്കുള്ള ഒരു മഹത്വമേറിയ വചനങ്ങളാണ് മുസ്തഫയുടെ നാക്കിലൂടെ ഉതിർന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. യസീദ് ബിൻ അബി സുഫിയാനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ ഷാമിലേക്ക്, അതായത് ഇസ്ലാമിൻ്റെ മുന്നണി പോരാളിയായിട്ട് ഷാമിൻ്റെ കാര്യങ്ങൾ അവിടുത്തെ ഒരു ഗവർണർ എന്ന നിലക്ക് അദ്ദേഹത്തെ ഈ കാര്യങ്ങൾ ഏൽപ്പിക്കുന്നതാരാ? അബൂബക്കർ റളിയല്ലാഹു അൻഹു. ആദ്യത്തെ ഒന്നാമത്തെ ഖലീഫയാണ് അദ്ദേഹത്തെ അങ്ങോട്ട് അയക്കുന്നത്. തുടർന്ന് അദ്ദേഹത്തിൻ്റെ ഈ രംഗത്തുള്ള സേവനങ്ങളെ സംബന്ധിച്ച് ചരിത്രത്തിലെമ്പാടും പറയുന്നുണ്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ മരണശേഷം ഉമർ റളിയല്ലാഹു അൻഹു ഖിലാഫത്ത് ഏറ്റെടുത്തു. അങ്ങനെ ഫലസ്തീൻ ഇസ്ലാമിന്, ബൈത്തുൽ മഖ്ദിസ് ഇസ്ലാമിന് കീഴടങ്ങാൻ സമയമായപ്പോൾ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ഇസ്ലാമിക സൈന്യത്തിൻ്റെ സൈന്യാധിപനാണ്. അദ്ദേഹം ഉമർ റളിയല്ലാഹു അൻഹുവിനെ വിവരം അറിയിച്ചു. ക്രിസ്ത്യൻ സമൂഹം, അവരുടെ പാതിരിമാർ, നേതാക്കന്മാർ ഖലീഫയെ കണ്ടെങ്കിലേ കീഴടങ്ങുള്ളൂ എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് താങ്കൾ വരണം. അതനുസരിച്ച് ഉമർ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു അടക്കമുള്ള ആളുകളുമായിട്ട് കൂടിയാലോചിച്ചു. എല്ലാവരും ഉമർ റളിയല്ലാഹു അൻഹു പോണതിന് എതിർത്തെങ്കിലും അലി റളിയല്ലാഹു അൻഹുവാണ് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞത്, താങ്കൾ പോകണം. അങ്ങനെ ആവുമ്പോൾ മുസ്ലിങ്ങൾക്ക് ഒരു ആശ്വാസം കിട്ടും. അങ്ങനെയാണ് ഉമർ റളിയല്ലാഹു അൻഹു ഫലസ്തീനിലേക്ക്, അല്ലെങ്കിൽ ബൈത്തുൽ മഖ്ദിസിലേക്ക് പോണത്. ഈ ഘട്ടത്തിൽ അദ്ദേഹത്തെ സ്വീകരിക്കാനുണ്ടായിരുന്ന ആളുകളിൽ ഒന്നാമത്തെ ആൾ ആരായിരുന്നു എന്ന് ചരിത്രം പറയുന്നുണ്ട്. യസീദ് ബിൻ അബി സുഫിയാനാണ്. അതുപോലെ തന്നെ ഇത് നടക്കുന്നത് ഹിജറ 15-ാമത്തെ കൊല്ലാണ്. ഇവിടെ ഫലസ്തീനിലെ ആളുകളുമായിട്ട് കരാറുണ്ടാക്കുന്നുണ്ട്. ഈ കരാർ രേഖപ്പെടുത്തിയത് ആരായിരുന്നു? ആ കരാർ രേഖപ്പെടുത്തിയത് മുആവിയ റളിയല്ലാഹു അൻഹു ആണ്. പല സാക്ഷികളിൽ ഒരു സാക്ഷി കൂടിയാണ് അദ്ദേഹം എന്നാണ് ചരിത്രം പറയുന്നത്. യസീദ് ബിൻ അബി സുഫിയാന് താഊൻ അമുവാസ് എന്ന് പറയുന്ന ഷാമിലെ ഭാഗത്ത് പടർന്നു പിടിച്ച ഒരു പ്ലേഗ് രോഗത്തിലാണ് അദ്ദേഹം മരിക്കുന്നത്. അത് ആ പ്ലേഗ് രോഗത്തിലാണോ അദ്ദേഹം മരിക്കുന്നത്? പ്ലേഗ് രോഗം ഉണ്ടാണ് 18-ാം വർഷമാണ്. അതല്ല, അതും കഴിഞ്ഞ് 19-ലാണോ അദ്ദേഹം മരിക്കണമെന്ന് അഭിപ്രായ വ്യത്യാസമുണ്ട്. അതായത് പ്രബലമായിട്ടുള്ള അഭിപ്രായം അനുസരിച്ച് പ്ലേഗുമായിട്ട് ബന്ധപ്പെട്ടാണ് അദ്ദേഹം മരിക്കണതെന്നാണ്. അപ്പോൾ അദ്ദേഹം മരിക്കണതിൻ്റെ തൊട്ട് മുമ്പ് തൻ്റെ പിൻഗാമിയായിട്ട് തൽക്കാലത്തേക്ക് അദ്ദേഹം മുആവിയയെ അധികാരം ഏൽപ്പിച്ചിരുന്നു. അദ്ദേഹം മരിച്ചപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു തന്നെയാണ്
മുആവിയയെ ഷാമിൻ്റെ ഗവർണറായിട്ട് നിശ്ചയിക്കുന്നത്. എന്ന് പറഞ്ഞാൽ തൻ്റെ സഹോദരൻ യസീദ് എടുത്ത തീരുമാനം ഉമർ റളിയല്ലാഹു അൻഹു ശരിവെക്കുകയും ആ സ്ഥാനത്ത് മുആവിയയെ ഉറപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഇസ്ലാമിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കേട്ടുപിടിച്ചു എന്ന് മാത്രമല്ല, നിരന്തരമായിട്ട് നബിയുമായി ബന്ധപ്പെട്ട് നബിയുടെ അരുമ ശിഷ്യന്മാരായി വളർന്നിട്ടുള്ള അബൂബക്കർ, ഉമർ റളിയല്ലാഹു അൻഹുമ ഇവർക്കൊന്നും തിരിയാത്ത വിധത്തിൽ മുആവിയയെയും അദ്ദേഹത്തിൻ്റെ സഹോദരൻ യസീദ് ബിൻ അബീ സുഫിയാനെയും ഒക്കെ മനസ്സിലാക്കാനുള്ള സിദ്ധി അത് നമ്മുടെ മുസ്തഫ മൗലവിക്ക് ലഭിച്ചിട്ടുണ്ട്. അള്ളാഹു അദ്ദേഹത്തെ പ്രത്യേകം അനുഗ്രഹിക്കുകയും വഹിയിലൂടെ അദ്ദേഹത്തെ അറിയിക്കുകയും ചെയ്തതായിരിക്കണം ഈ സംഗതി. കാരണം 1400 വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഇപ്പോഴാണല്ലോ മൂപ്പര് രംഗത്ത് വരികയും മുആവിയ മുസ്ലിമായിരുന്നില്ല, അദ്ദേഹം മുഅ്മിനായിരുന്നില്ല, അദ്ദേഹത്തിന് ഈമാൻ ഉണ്ടായിരുന്നില്ല, അദ്ദേഹം ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി ശ്രമിച്ച ആളാണ്, ഫാത്തിമ റളിയല്ലാഹു അൻഹയെ ചുട്ടുകൊന്ന ആളാണ്, ഇസ്ലാമിനെ തകർക്കാൻ ശ്രമിച്ച ആളാണ്, അദ്ദേഹം ഗോത്ര ബോധമാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്, ഇസ്ലാമിക ബോധമായിരുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ മുസ്തഫക്കുള്ള ഇസ്ലാമിക ബോധം എത്രയാണെന്നുള്ളത് മുസ്തഫയെ അറിയുന്ന ആളുകൾക്കൊക്കെ അറിയാം. അപ്പോൾ ഈ നിലക്ക് തന്നെ തണ്ടോപ്പിത്തരം പറഞ്ഞിട്ട് ഒരു സമൂഹത്തിന് നേതൃത്വം കൊടുക്കുകയും ആ സമൂഹത്തിൻ്റെ ചരിത്ര നിർമ്മിതിയിൽ വലിയ പങ്ക് വഹിക്കുകയും ചെയ്തിട്ടുള്ള ഇസ്ലാമിക ലോകത്ത് അതിന് അടിയുറപ്പും അടിവേരും അതിൻ്റെ പടർപ്പുമൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ആളുകളെയൊക്കെ തെറി പറഞ്ഞ് അവരൊരരിക്കാക്കിയിട്ട് വേണം തനിക്ക് തൻ്റെ പുതിയ മതം പ്രചരിപ്പിക്കാൻ എന്നുള്ളതാണ് മുസ്തഫയുടെ മനസ്സിലിരിപ്പ്. അതാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി അദ്ദേഹം സഹാബിമാരെ വേണ്ടിടത്തൊക്കെ, എന്ന് മാത്രമല്ല ഖുർആനിനോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കോ പോലും ഈ അധിക്ഷേപം ചെന്നു ചേരുന്നതിൽ മൂപ്പർക്ക് യാതൊരു പ്രശ്നവുമില്ല. കാരണം മൂപ്പരുടെ ലക്ഷ്യം വേറെയാണ്. അവിടെ ഇസ്ലാമിന് ഖുർആന് പരിക്ക് പറ്റി, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പരിക്ക് പറ്റി, മുസ്തഫക്ക് എന്താ, അയാൾക്കൊന്നും നഷ്ടപ്പെടാനില്ല. അയാൾക്ക് കിട്ടേണ്ടത് ഇവിടെ സമൃദ്ധമായി അതുകൊണ്ട് കിട്ടുകയും ചെയ്യും. ഇതാണ് യഥാർത്ഥത്തിൽ മുസ്തഫ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രശംസിച്ച, മഹത്വവൽക്കരിച്ച എന്ന് മാത്രമല്ല, വിശുദ്ധ ഖുർആൻ പ്രശംസിച്ചിട്ടുള്ള ആളുകളെ പോലും ഒന്നിനും കൊള്ളരുതാത്തവരാക്കി പരിഹാസ്യരാക്കി മാറ്റുക എന്നുള്ളതാണ് ഇവിടെ മുസ്തഫ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹയെ തീവച്ചു കൊന്നു എന്ന് പറഞ്ഞതിൻ്റെ ശേഷം ഫാത്തിമയുടെ മരണത്തിൽ, ഫാത്തിമയുടെ നമസ്കാരത്തിന് അബൂബക്കർ പങ്കെടുത്തുവോ, ഉമർ പങ്കെടുത്തുവോ, ഉസ്മാൻ പങ്കെടുത്തോ, ആയിഷ പങ്കെടുത്തോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് മൂപ്പര് വികാരഭരിതനാവുന്നത്. അപ്പോൾ ഈ വൈകാരികത യഥാർത്ഥത്തിൽ ആത്മാർത്ഥമായിട്ടുള്ള വൈകാരികത ആണോ എന്ന് ചോദിച്ചാൽ മുസ്തഫ മൗലവിനെ അറിയുന്ന ആളുകൾക്കൊക്കെ അറിയാം. അത് 100% ആ വൈകാരികത ആത്മാർത്ഥമാണ്. അതിലാർക്കും ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവില്ല. കാരണം മൂപ്പരാണല്ലോ ഏറ്റവും വലിയ ഈമാനിൻ്റെ നിറകുടമായി തുളുമ്പുന്ന ആളെന്ന് പറയും നാട്ടെ. അപ്പം ഇത്തരത്തിലുള്ള കോപ്രായങ്ങളും അതുപോലെ തന്നെ വാചാട്ടോപ്പങ്ങളും കൊണ്ട് മുസ്തഫക്ക് നേടാൻ കഴിയുന്നത് എന്താണെന്നുള്ളത് മുസ്തഫക്കും അറിയാം, മുസ്തഫയെ മനസ്സിലാക്കിയിട്ടുള്ള ആളുകൾക്കും അറിയാം. എന്തായിരുന്നാലും ഈ പറയുന്ന അധര വ്യായാമത്തിന് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിനൊരു പോറലും ഏൽപ്പിക്കാൻ സാധ്യമല്ല. തൻ്റെ കൈതക്കാമം കരഞ്ഞു തീർക്കാം എന്നുള്ളത് മാത്രമേ മുസ്തഫക്ക് അതുകൊണ്ട് ലഭിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്.